ഞാനിപ്പോൾ കോൺ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതുപോലെ കോൺ റെഡിയാക്കി എടുത്തത് ചാർട്ട് പേപ്പർ വൈറ്റ് കളറാണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഡിസ്പോസിബിൾ സ്പൂൺസാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾക്ക് ഇതിനെ സാധാരണ കത്രി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സ്പൂണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ടത്, ഇതും നമ്മൾ ഇതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ കുറച്ച് കയറ്റിയിട്ട് ചെയ്യാം. കാരണം ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾക്ക് ഒരു കാരണവശാലും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കയറ്റിയിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിന് ഗ്ലൂ ഗൺ തന്നെ വേണം. നമുക്ക് ഫെവിക്കോളൊന്നും ഇത് ഒട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂ നന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. എന്നിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഓരോന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗ്ലൂ അധികം വേണം കേട്ടോ ഇതിനകത്ത്. അതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊന്ന് ചരിച്ച് വെച്ച് തന്നെ സ്റ്റിക്കായിട്ട് നിവർത്തിയാൽ മതി. ഇതുപോലെ ഓരോന്നും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ച് വേണമെങ്കിൽ സൈഡിലും കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിയിരിക്കാനായിട്ട്. പിന്നെ സൈഡിലോട്ടും കുറച്ചിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് ഒട്ടിക്കോളും. ഇതിപ്പോൾ നമ്മൾ താഴെ മുഴുവൻ അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ ഓരോന്നിൻ്റെയും ഗ്യാപ്പിലേക്ക് നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഓരോന്നോരോന്ന് കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇത് ഓരോന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോയാൽ മതി. നന്നായിട്ട് ഒട്ടിക്കോളും. അത് കഴിഞ്ഞ് അടുത്ത പീസ് ഇതിൻ്റെ ഗ്യാപ്പിൽ അങ്ങനെ നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ മുകളിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. മുകളിലേക്ക് വന്നപ്പോൾ ഞാൻ സ്പൂണിൻ്റെ ഒരു സൈഡിൽ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു, ഒരു 3 എണ്ണത്തിൻ്റെ. ഇവിടെ മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്കിത് കുറച്ച് സ്ഥലം കുറവുണ്ടാവും. നമുക്ക് ആ സൈഡിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചില ബാക്കിയെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെയാണ് ഒട്ടിച്ചൊട്ടിച്ച് പോയേക്കണത്. ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൗൾ എടുത്തിട്ട് നമ്മളതിലേക്ക് കുറച്ചധികം ഫെവിക്കോൾ ഇടണം. ഞാൻ ആദ്യം കുറച്ചിട്ട് കാണിച്ചു തരാം. എന്നിട്ട് നമ്മളതിലേക്ക് ഗ്ലിറ്റർ പൗഡറാണ്, ഇത് ഗ്ലിറ്റർ പൗഡർ എടുത്തിട്ട് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ടിട്ട് ഞാനിപ്പോൾ കുറച്ചെടുത്ത് അതിനെ മിക്സ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ അറ്റത്ത് നമുക്ക് ഇതുപോലെ തൂത്ത് കൊടുക്കാം. ഇതാ ഫെവിക്കോൾ ഉണങ്ങുമ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. എല്ലാത്തിൻ്റെ അരികിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ അത് നമുക്ക് കുറച്ച് സമയം എടുക്കും. എല്ലാത്തിൻ്റെ അരികിൽ ഇതുപോലെ കുറച്ചിട്ട് കൊടുക്കുക. ബ്രഷ് വെച്ച് തന്നെ ചെയ്താൽ മതി. ഡ്രൈ ആവാനും കുറച്ച് സമയം എടുക്കും ഇത്. കാരണം അത് ചെയ്ത് വെച്ചിട്ട് ഒരു ദിവസം മുഴുവനും നമുക്കതൊന്ന് മാറ്റി വെച്ചേക്കാം. കാരണം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇപ്പം നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലിറ്റർ മുഴുവൻ ഇട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇത് ഒരു ദിവസം വരെ വെക്കാൻ പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഒരു 3 hours കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്തത് അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇപ്പോൾ ക്രിസ്മസിൻ്റെ സീസൺ ആയതുകൊണ്ട് ഒത്തിരി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത്. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഒന്ന് ഏകദേശം ഇപ്പം ഞാൻ ഏറ്റവും മുകളിലത്തത് നോക്കുവാണ്. ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണെങ്കിലും നമ്മൾ ഏകദേശം ഒരു റൗണ്ട് എടുത്തിട്ട് ഇത് നമ്മളിങ്ങനെ അങ്ങോട്ട് ചുറ്റിയെടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ചുറ്റിയെടുത്താൽ നമുക്കത് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണത്. ഇങ്ങനെ വെക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മളതിങ്ങനെ ചുറ്റിയെടുത്തിട്ട് ഇതിനെ കട്ട് ചെയ്ത് കളയണമെന്നില്ല. നമുക്ക് ഇതിലോട്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് ചുറ്റി വെച്ചാൽ മതി. അത് കട്ട് ചെയ്ത് കളയണ്ട.
നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ചുമ്മാ വെച്ചാൽ മതി, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ വെച്ചാൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് താഴേക്ക് പോകുമ്പോൾ നമുക്ക് ആ റൗണ്ട് എത്തൂല. കാരണം എനിക്ക് ഇത്രയും ലെങ്ത്തിലുള്ള പീസ് എനിക്ക് കിട്ടിയുള്ളൂ. ഇതിനേക്കാളും വലുത് കിട്ടുവാണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പീസ് അതിനെ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ അങ്ങോട്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ ആവശ്യത്തിന് റൗണ്ട് എടുത്ത് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ കുറച്ച് റൗണ്ട് കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതെങ്ങനെ വെക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇത്രയും റൗണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം പല സൈസിലേക്കുള്ളതാണ്. അപ്പോൾ ഇത്രയും റൗണ്ട് ഉണ്ട്. അധികമൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. കാരണം അത്യാവശ്യം ഇപ്പം ഇത് തന്നെ ഇങ്ങനെ തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല, ഭംഗിയുണ്ട്. അതുപോലെ ഇനി കുറച്ചും കൂടി ഒരു ഭംഗി വരാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യാം, 8 അടിയിലുള്ളത് ആദ്യം ഇട്ട് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ തന്നെ വെക്കാം. ഇങ്ങനെ സാവധാനം നമുക്ക് താഴേക്ക് ഇങ്ങനെ അവിടെ കൊണ്ടുപോകാം. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഒരു പീസിന് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഇങ്ങനെ റൗണ്ടായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു 3-4 പീസ്, അതിക്കുള്ള നമുക്ക് ആവശ്യമില്ല. ഇത് നമുക്ക് ഇവിടെയും വെച്ച് കൊടുത്ത് ഇനിയിപ്പോൾ ഒരു പീസിന് നമുക്ക് താഴേന്ന് എടുക്കുവാണ്. ഇതെടുക്കാനുള്ള എളുപ്പത്തിന് ഞാൻ താഴേന്ന് എടുക്കുന്നേ ഉള്ളൂ. മുകളിൽ നിന്ന് നമുക്കപ്പോൾ അത്രയും സ്പൂണ് നമുക്ക് ഇങ്ങോട്ട് കവർ ചെയ്യണ്ട. താഴെ നമ്മൾ ഒരെണ്ണം ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ആയി ഓരോന്നിൻ്റെ മുകളിലേക്ക്. ഓക്കെ, ഓരോന്നിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഇത് കറക്റ്റായി. നമുക്ക് ഇത്രയും മതി, ഇത് ധാരാളമാണ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയിൽ നമുക്ക് ഡെക്കറേഷൻ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഇനി നമ്മൾക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നമുക്കൊരു സ്റ്റാർ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റാർ ആക്ച്വലി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മളിത് സ്റ്റാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് സ്പൂൺസ് ഒട്ടിക്കുക, അല്ല നമ്മൾ ഗ്ലിറ്റർ ഇട്ട് റൗണ്ട് വെച്ച് സ്റ്റാർ വെച്ച് ഇത്രേ ചെയ്തിട്ടുള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ ഒരു ക്രിസ്മസ് ട്രീ ആണ് ഞാൻ ചെയ്തേക്കണത്. ഇനിയൊരു വെറൈറ്റി ഒരു ക്രിസ്മസ് ട്രീ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.